ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്നൊരു ഹെയർ കെയർ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. മുമ്പൊരു ഹെയർ കെയർ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹെയറിൽ എങ്ങനെയാണ് ഓയിൽ മസാജ് ചെയ്യുന്നതെന്ന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ ചെയ്ത വീഡിയോ എങ്ങനെയാണ് ഹെയർ ഓയിൽ ഉണ്ടാക്കുന്നത്, ആയുർവേദ ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ഓയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ കാണാം. ഓക്കെ. കൃഷ്ണതുളസി, കറിവേപ്പില, പിന്നെ കേശവർദ്ധിനി, നീലമരി, നെല്ലിക്ക, പൂവാങ്കുരുന്ന്, ചെമ്പരത്തിപ്പൂവ്. കൈതോന്നി വിട്ടുപോയി ഗൈസ്, കൈതോന്നി അടിയും. നീര് മാത്രം എടുക്കും. ഇതിൻ്റെ കൊത്തും കൂടെ ചേരുമ്പം എണ്ണ മൂത്ത് വരാൻ ഒരുപാട് താമസിക്കും. അപ്പോൾ എണ്ണയ്ക്ക് മൂത്ത് കൂടുതലായിപ്പോൾ എണ്ണ മൂത്ത് പോകും. അതുകൊണ്ട് ഇതിൻ്റെ നീര് മാത്രം ആകുമ്പോൾ എണ്ണ പെട്ടെന്ന് മൂക്കും. വെള്ളത്തിൻ്റെ ഒരു ഈർപ്പം പറ്റുന്നത് വരെ ഒന്ന് ചൂടാക്കും. ഇത് എത്ര മിനിറ്റ് വേണം ഇതിങ്ങനെ ഇളക്കാൻ? 15-20 മിനിറ്റ് വേണം. ഇത് പാകമായെന്ന് എങ്ങനെ അറിയാൻ പറ്റും? ഇതിൻ്റെ ഈ നമ്മൾ അരച്ച് ചേർത്തില്ലേ പച്ചരകൾ, അതിൻ്റെ കൊത്ത് നല്ല നമ്മളിങ്ങനെ കൈ കൊണ്ട് വിരലുകൊണ്ട് ഇങ്ങനെ പൊടിക്കുമ്പം പൊടിഞ്ഞു വരും. അപ്പോഴാണ് ഇത് മൂത്തെന്നുള്ള പാകമാവണം. അപ്പോഴാണ് അപ്പോഴീ വെള്ളം എല്ലാം വറ്റി കഴിയുമ്പോൾ ഇതിനുള്ള ഇങ്ങനെ തിളച്ച് വരണം. ആ പതയൊക്കെ അങ്ങ് നിൽക്കും. അപ്പോഴെണ്ണ മൂക്കാൻ തുടങ്ങും. ഇത് നല്ല മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നല്ല മണം വരും. വെളിച്ചെണ്ണയ്ക്ക് നല്ല മണം വരും. മണം വന്നു ഇതിലെന്തോന്നിടും? ഇതിന് ഉലുവ, കരിഞ്ജീരകം 1 സ്പൂണും ഉലുവ 1 സ്പൂണും. അതിനുശേഷം ഇതുപോലെ ഒരു ഗ്ലാസ് ബോട്ടിലിൽ സൂക്ഷിച്ചു വയ്ക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.